ജലധാര പമ്പ് സെറ്റ് സിൻസ് 1962. ഈ സിനിമ കാണണോ വേണ്ടോ എന്ന് ഒരു ഡബിൾ മൈൻഡിൽ നിന്നിട്ടാണ് ഞാനിത് പോയി കാണുന്നത്. എനിക്കറിയാമായിരുന്നു ഇത് പ്രതീക്ഷിക്കാനുള്ളതൊന്നുമില്ല, ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും എന്നുള്ളത്. എങ്കിലും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതാണ് ഈ സിനിമ കാണുന്നത്. അപ്പോൾ എന്നിട്ട് കൂടി എനിക്ക് അട്ടർ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഈ സിനിമ തന്നതെന്ന് വേണമെങ്കിൽ പറയാം. 2.5 മണിക്കൂറുണ്ട് ഈ ഒരു സിനിമ. 2.25 മണിക്കൂർ അല്ല, 2.25 മണിക്കൂർ ഉള്ളൊരു സ്റ്റോറി ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് വലിച്ചു നീട്ടി കൊണ്ടുവന്നൊരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. സ്റ്റോറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിപ്പോൾ സ്പോയിലറായിട്ടൊന്നും പറയാനൊന്നുമില്ല. ചന്ദ്രൻ മാഷിൻ്റെയും മൃണാളിനി ടീച്ചറിൻ്റെയും വീട്ടിലിരിക്കുന്നൊരു പമ്പ്. ആ പമ്പ് മണി എന്ന് പറയുന്ന ഒരു കള്ളൻ അടിച്ചു മാറ്റുന്നു. അത് കൈയോടെ നാട്ടുകാർ പൊക്കുന്നു. ഒരു ഉത്സവത്തിൻ്റെ സമയത്താണ് പിടിക്കുന്നത്. അത് പിടിക്കുന്നു, പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. പോലീസ് തൊണ്ടി പോലും കൊണ്ടുപോകുന്നു. പക്ഷേ കള്ളൻ ഇത് സമ്മതിച്ചില്ല, താനിത് മോഷ്ടിച്ചു എന്നുള്ളത്. അങ്ങനെ അത് ചന്ദ്രൻ മാഷ് കോടതിയിൽ കേസ് കൊടുക്കുന്നു. കേസ് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ചന്ദ്രൻ മാഷ് തട്ടിപ്പോകുന്നു. അതിനുശേഷം മൃണാൾ ടീച്ചർ ഈ ഒരു കേസ് ഏറ്റെടുത്ത് മുന്നോട്ട് നടന്നു. പിന്നെ കാണിക്കുന്നത് 7 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്. 7 വർഷമാണ് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു കേസ് പോയത് എന്നുള്ളതാണ്. 5000 രൂപയുടെ പമ്പിന് 50,000 രൂപയ്ക്ക് മേളിൽ ചിലവാക്കി. 50,000 രൂപ ഒന്നും പറഞ്ഞാൽ 50,000 രൂപ ഞാൻ അതിശോക്തി പറഞ്ഞാണ്. അതിൽ കൂടുതൽ ചിലവാക്കി കാണും കോടതിയിൽ. ഇപ്പം ഇവർക്ക് ഇത്രയേ ഉള്ളൂ, കള്ളനത് സമ്മതിക്കണം, താനാണിത് കട്ടത് എന്നുള്ളത്. വേറെ ഒന്നും വേണ്ട ഇവർക്ക്. കേസ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ കേസ് കൊടുത്തതും. കള്ളനിത് പ്രസൻറ്റ് ആവുന്നില്ല. അങ്ങനെ ഇത് നീണ്ടു പോകുന്നു. അങ്ങനെ ഈ മൃണാൾ ടീച്ചറിൻ്റെ ഫാമിലിയുടെ ലൈഫ് കാണിക്കുന്നു. മണി എന്ന് പറയുന്ന കള്ളൻ്റെ ഫാമിലി ലൈഫ് കാണിക്കുന്നു. ഇത് രണ്ടും 2 രീതിയിൽ പോകുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ കേസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്ത് പോകുന്നത്. അതിനിടയ്ക്കൂടെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ. ചിപ്പി എന്ന് പറയുന്നൊരു മോള് മൃണാൾ ടീച്ചറിനുണ്ട്. പുള്ളിക്കാരി നാട്ടിൽ ജീവിക്കേണ്ട, അബ്രോഡ് പോകണം എന്നുള്ള ആശയിൽ നിൽക്കുന്നു. അത് മൃണാൾ ടീച്ചർ സമ്മതിക്കുന്നില്ല. കള്ളൻ മണിയുടെ വീട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിന് ശേഷം മണിയോട് മോള് സംസാരിച്ചിട്ടില്ല. അവർ തമ്മിൽ ഉടക്കാണ്. അങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ പോകുന്നു. മണിക്ക് കേസ് ജയിക്കണം എങ്ങനെയും. അങ്ങനെ പോയി മറ്റേ TG രവി പുള്ളിക്കാരൻ ഒരു മാസം സാധനം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു മാസം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി സിനിമ വേറെ റേഞ്ചിലേക്ക് പോകുന്നു. പിന്നെ സിനിമ ഇതേ ഇടച്ചിൽ തന്നെ ഇഴഞ്ഞ് നമുക്ക് അവസാനം തോന്നി ഇത് എന്തിനാണ് ഇത്ര കഴിക്കുന്നത്, ഈ കഥയൊന്നും നിർത്തിക്കൂടി. കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അവസാനമൊക്കെ പാസമാണ്. കള്ളനോടൊക്കെ എങ്ങും ഭയങ്കര പാസമൊക്കെ കാണിച്ച് നന്മയുടെ നിറകുടമായി അതിനിടയ്ക്ക് വേറെ കുറേ സാധനങ്ങൾ കൊണ്ട് കുത്തി നിറയ്ക്കൽ കുറേ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ കേസ് മാത്രം കാണിച്ച് പോയില്ല. അതിനിടയ്ക്കൂടെ പ്രേമം കാണിക്കണം, അത് കാണിക്കണം, ഇത് കാണിക്കണം, അങ്ങനെയൊക്കെ കാണിച്ചു പോകുന്നു. സത്യം പറഞ്ഞാൽ വലിച്ചു നീട്ടി മറ്റേ റബ്ബർ ഷീറ്റ് വലിച്ചിട്ടുന്ന പോലെയാണ് സിനിമ വലിച്ചിട്ട് വെച്ചിരിക്കുന്നത്. ഇത് തിയേറ്ററിൽ പോയി കണ്ടവരുടെ അവസ്ഥ ഉണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കണം. അത്ര ഈ സിനിമ ആരെങ്കിലും കണ്ടിട്ട് ഇത് ഞാൻ കണ്ടതിൻ്റെ കുഴപ്പമാണ്, ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് എൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ വല്ല അവാർഡും കൊടുക്കും. കാരണം ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സിനിമ ഏത് തിയേറ്ററിൽ പോയി കണ്ടാലും സർവൈവ് ചെയ്യും. ഇതൊക്കെ എന്ത് കഥയാണ് ഇത്? ഒരു മോട്ടോർ കട്ടേൻ്റെ ഇത്ര വലിയ കഥയൊക്കെ ആക്കണോ ഇതിനെയൊക്കെ? മോട്ടറങ്ങ് വേണ്ട, നോക്ക് കൊണ്ടുപോട്ടങ്ങ് 5000 പോട്ട് എന്ന് വെച്ചാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. അതിനിടയ്ക്ക് മറ്റേ അഭിമാനം, മാങ്ങാത്തൊലി, വെണ്ടയ്ക്കാന്നൊക്കെ പറഞ്ഞ് കുത്തി നിറച്ചിട്ട് എന്തിനാണ് ഇത്? ആരുടെ കഥയൊക്കെ എഴുതുന്നത്? ഇതൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നുണ്ടാ പ്രൊഡ്യൂസർ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് പൊട്ടന് എന്ത് കഥ വേണം കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞുകൊണ്ടല്ലോ വൻ ശോകം എന്ന് വെച്ചാൽ വൻ ശോകം സിനിമ. സൈഷ എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതിങ്ങനെ ഒരു സിനിമയായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. മലയാള സിനിമ ഒരു സൈഡിൽ നല്ല സിനിമകൾ ഇറക്കുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെയുള്ള കുറേ കുതിര സിനിമകൾ ഇറക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും തല വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നല്ലതാണോ അതോ നിങ്ങൾക്കും ബോറടിച്ചോ? നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.